അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നത്തെ വിഷയം ഞാൻ പേരോടിനോട് ഇസ്തിഗാസയുമായിട്ട്, അതായത് മൺമറഞ്ഞ മഹാക്കന്മാരോട് വിളിച്ച് സഹായം തേടാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, അതിൻ്റെ പ്രമാണം എന്താണെന്ന് ഞാൻ ഫോണിൽ കൂടിയിട്ട് ചോദിച്ചിരുന്നു. എനിക്ക് മറുപടിയായിട്ട് തന്നത് 3 വീഡിയോ അദ്ദേഹം എനിക്ക് തന്നു. ഈ 3 വീഡിയോയിൽ ഏകദേശം 3.5 മണിക്കൂർ സമയമുണ്ട്. പക്ഷെ ഞാനത് കംപ്ലീറ്റ് കേട്ടു. അത് കേട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ മറുപടി കൊടുക്കണമല്ലോ. മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പേരിൽ മറുപടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാസ്യങ്ങാനോ അല്ലെങ്കിൽ ഒരു മൗലവിയൊന്നും തന്നെ അല്ല. പക്ഷെ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിയാക്കന്മാരുടെ ഖബറാരാധന, അതും അതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സംസാരവും കേട്ടിട്ട് സഹി വരുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ മറുപടി കൊടുക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ എൻ്റെ അറിവിൻ്റെ കഴിവൊന്നുമല്ല. അൽഹംദുലില്ലാ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇദ്ദേഹത്തിന് ഈ പേരോട് ഞാൻ മറുപടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇദ്ദേഹം എന്താണ് മറുപടി തന്നത് എന്നുള്ളത് ഖുർആനിൽ ഏകദേശം 6226 ഏകദേശം ആയത്തുകളുണ്ട് ഖുർആനിൽ. അതിൽ ഒരൊറ്റ ആയത്ത് മാത്രം അദ്ദേഹം എനിക്ക് കേൾപ്പിച്ചു എന്ന് തന്നെ പറയാം. അതായത് സൂറത്ത് നിസായിലെ 64 നമ്പർ ആയത്താണ് അദ്ദേഹം കേൾപ്പിച്ചത്. ബാക്കി ഒരായത്തും തന്നെ അദ്ദേഹം ഓതിയിട്ടില്ല, ഒരായത്തും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതും ഈ സൂറത്ത് നിസായിലെ 64 നമ്പർ ഓതിയത് എന്തിനു വേണ്ടിയിട്ട്? മൺമറഞ്ഞ മഹാക്കന്മാരോട് സഹായം തേടാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ്, എന്നല്ലാതെ തൗഹീദിന് വേണ്ടിയിട്ടൊന്നുമല്ല. അത് തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ എന്തിനാണ് ഈ ഖുർആൻ ഇറക്കുമതി ചെയ്തതും പ്രവാചകന്മാരെ നിയോഗിച്ചതും എന്തിനു വേണ്ടിയിട്ട്? ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരൊറ്റ ലാ ഇലാഹയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെയും ഖുർആനെയും ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് എന്താണ് ഈ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ലേ? ഈ പേരോടടക്കം വരുന്ന ഈ ഇദ്ദേഹത്തിനും, അതായത് ഇവരുടെ സ്ഥാപനങ്ങളിൽ ധാരാളക്കണക്കിന് കിതാബുകളുണ്ട്. പക്ഷെ അവർ അതിൽ എഴുതി വെച്ച്, അതായത് അവരുടെ കിതാബുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകൻ അല്ലാഹ് മാത്രം എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷെ അത് ആരാധനകൻ അല്ലാഹ് മാത്രം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിർത്തലാക്കി. പക്ഷെ അതിൻ്റെ ഘടകങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. തൗഹീദ് റുബൂഇയ്യ, തൗഹീദ് ഉലൂഹിയ്യ, തൗഹീദ് അസ്മാ സിഫാത്ത്. തൗഹീദ് റുബൂഇയ്യ എന്ന് പറയുമ്പോൾ അതിലൊക്കെ വിശദീകരണം, അതായത് ലോകങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്. പിന്നീട് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഉലൂഹിയ്യ. സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ. ഇത് 3 പണ്ഡിതന്മാർ വിശദീകരിക്കാമെന്ന് വെച്ചെങ്കിൽ വർഷങ്ങളോളം വേണ്ടിവരും. അത്രയും ഗൗരവമുള്ളതാണ്. ഇതാണ് തൗഹീദ്.
ആ തൗഹീദിനെ ഇവർ സമൂഹത്തിനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ഖുർആനുള്ള ഈ പറയപ്പെടുന്ന ഈ സൂറത്തുൻ നിസായിൽ 64 നമ്പർ ആയത്ത് എന്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് ഏത് അവസരത്തിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്? അത് നമുക്കതിൻ്റെ ആ ആയത്ത് കൊണ്ടാണല്ലോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? അതായത് മൺമറഞ്ഞവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് ഉദ്ധരിക്കുന്ന ഈ ആയത്താണ്. അതേ ഇത് കൂടാതെ മറ്റായത്തുകളും ഉപയോഗപ്പെടുത്താറുണ്ട്. സൂറത്ത് മാഇദ 55 നമ്പർ ആയത്ത് പറയാറുണ്ട്. സൂറത്ത് മാഇദ 35 നമ്പർ ആയത്ത് പറയാറുണ്ട്. പിന്നെ ആയത്ത് പറയാറുണ്ട് ഖുർആനിലുള്ളത്. അപ്പോൾ ഖുർആനിൽ അങ്ങനെ ധാരാളക്കണക്കിന് ആയത്തുകൾ, 100 ആയത്തുകളൊക്കെ എന്തിനാണുള്ളത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാനും, അള്ളാഹുവല്ലാത്തവരെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, സഹായം ചോദിക്കുക എന്ന് വിശദീകരിക്കാനാണ് ഖുർആനുള്ളത്. അങ്ങനെ ഖുർആനുണ്ടിരിക്കെ പിന്നെ ഇങ്ങനെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരായത്ത് ഓതിയാൽ പിന്നെ ഖുർആനാകുമോ? ഖുർആൻ വൈരുദ്ധ്യം വന്നില്ലേ? മാത്രമല്ല ഖുർആനിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ ആയത്ത്, നിങ്ങൾ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കും. എവിടെയാണ് തെളിവ്? അള്ളാഹ് ഖുർആനിൽ ചോദിക്കുന്നു. ഇവർ പറയും തെളിവുണ്ട്. തെളിവുണ്ടായാൽ എങ്ങനെയാണ് ഇത്രയെല്ലാം പ്രാർത്ഥനകളും ആരാധനകളും ഖുർആൻ എന്തിനാണ് ഇറക്കുമതി ചെയ്തതെന്നും വിശദീകരിച്ചില്ലേ? പിന്നെ ഖുർആൻ ഇങ്ങനെ ഒരു സംഭവം അതിൽ ഖുർആൻ ഉണ്ടെങ്കിൽ പിന്നീട് വൈരുദ്ധ്യം വന്നില്ലേ? അപ്പം അതാണ് ഇവിടെ നമ്മൾ. പക്ഷേ ഇതുവരെ ഈ സൂറത്ത് നിസായിൽ 64 നമ്പർ ആയത്ത് അവർ ദുർവ്യാഖ്യാനിക്കുന്നതാണ് സംഭവം. എന്താണ് ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ്? അതായത് ആ വിശദീകരണം ജലാലിൽ പറയുന്നുണ്ട്. അതിൻ്റെതായിരിക്കുന്ന വിശദീകരണങ്ങൾ എന്താണ്? ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം സൂറത്ത് മാഇദ 35-ൻ്റെയും ഇതിൻ്റെ 64 സൂറത്ത് നിസായിലെ 64-ൻ്റെയും വിശദീകരണം പറയുന്നുണ്ട്. അതായത് ഒരു മുനാഫിക്കും ഒരു താവൂത്തിൻ്റെ സംഭവമാണ് ഉണ്ടായത്. ഒരു മുനാഫിക്കും ഒരു മുസ്ലിം ഒരു വിഷയത്തിൽ തർക്ക വിഷയമുണ്ടായി. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മുനാഫിക്ക്. അവർ രണ്ടിലും തമ്മിലുണ്ടാവശ്യപ്പോൾ ഒരു ജൂതൻ പറഞ്ഞു, നമ്മൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുക. അപ്പം ഈ മുനാഫിക്കായ ഇദ്ദേഹം പറഞ്ഞു വേണ്ട, കാരണം സത്യം ജൂതൻ്റെ അടുത്തുണ്ട്. സത്യം ജൂതൻ്റെ അടുത്തുണ്ട്, മുനാഫിക്കിൻ്റെ അടുത്ത് സത്യമില്ല. അത് അപ്പോഴവരിക്കറിയാം, അതായത് ഈ മുനാഫിക്കിന് അറിയാം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയാൽ സത്യം വിധിക്കുമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു? അവർ ഒരു ജൂത പണ്ഡിതരുടെ അടുത്ത് സമീപിച്ചു വിധിയിടാൻ വേണ്ടിയിട്ട്. അപ്പം അള്ളാഹിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം അറിഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് വളരെയധികം മനക്ലേശമുണ്ടായി. ഞാനില്ലിരിക്കെ ഒരു ജൂതനെ പോയി സമീപിച്ചല്ലോ. അതായത് എത്രമാത്രം മനക്ലേശം ഉണ്ടാകുന്ന പറഞ്ഞാൽ അടിമയും ഉടമയുമായുള്ള വിഷയത്തിൽ മനക്ലേശം ഉണ്ടായാൽ അവരെ നേരിട്ട് പോയിട്ട് കണ്ട് പൊരുത്തപ്പെടിക്കണം എന്നുള്ളതാണ് വിഷയം. ആ ഒരു അതങ്ങനെയുള്ള വിഷയം കടന്ന വന്തിൻ്റെ അടിമയും ഉടമയും ഉണ്ടായ പ്രശ്നമായതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വലവന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ ഫസ്തഗ്ഫറ ലഹു റസൂലുള്ളാഹി ലവജല്ലാഹ തവ്വാബർ റഹീമ. അതായത് നിങ്ങൾ അവരവൻ നഫ്സിനെ ദുൽം ചെയ്യുകയും കേണപേക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വരികയും ഫസ്തഗ്ഫിറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കൽ ചെയ്തു. അതെവിടെ? പ്രവാചകൻ ജീവിച്ചുള്ള പ്രവാചകനോടാണ്, പ്രവാചകൻ്റെ സന്നിധിയിലാണ് പോയിട്ട് അള്ളാഹുവിനോടാണ് പൊറുക്കൽ ചോദിക്കാൻ പറഞ്ഞത്. പ്രവാചകനോടല്ല പറഞ്ഞത് അള്ളാഹു. റഹീമ, പ്രവാചകൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കൽ ചോദിച്ചു, അള്ളാഹു പൂർണ്ണമായും പൊറുക്കപ്പെടും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ അതിൻ്റെ അർത്ഥങ്ങൾ. പിന്നെ അതെങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാവ? അപ്പം എന്താണ് അത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു ആയത്താണത്. ഇതിനാണ് ഇവർ കൊണ്ടുപോയിട്ട് ദുർവ്യാഖ്യാനിക്കുന്നത്. അത് എവിടെയെല്ലാം ഇവർ ദുർവ്യാഖ്യാനം എത്തുന്നത്? എവിടത്തേക്കെന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ച ബാധിച്ചു.
ആ സമയത്ത് ഒരു റജുൽ അവിടെ വന്നിട്ട് പ്രവാചകനോട് മടക്ക് തേടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതൊരു സ്വപ്നക്കടയാണ്. അങ്ങനെ സ്വപ്നത്തിൽ കൂടി അദ്ദേഹത്തോട് അതിന് വിവരം കിട്ടി, മറുപടി കിട്ടി, ഒരു സ്വപ്നക്കഥ. അപ്പം അവിടെ ചെന്നിട്ട് പ്രവാചകനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പോയിട്ട് വിവരം പറഞ്ഞ് പ്രവാചകൻ മറുപടി പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു വിശദീകരണമാണ് സ്വപ്നക്കഥ. അത് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സ്വപ്നക്കഥ എന്താണ് ഇവിടെ വിശദീകരിക്കേണ്ടത്? ഇത് വെച്ചുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും പറയുന്നത്. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്നാൽ പിന്നെ ഇങ്ങനെ അതായത് മരിച്ചുപോയ എവിടെയുള്ള മഹാക്കന്മാരെ മരണപ്പെട്ടു പോയ അവരെ ഈ എവിടെ വെച്ചിട്ടും എവിടുന്ന് വിളിച്ചിട്ടും പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഇത് വൈരുദ്ധ്യം വന്നില്ലേ? എന്നാൽ പിന്നെ നമ്മൾ എവിടത്തേക്ക് പോകണം? നിങ്ങൾ ഈ ഉദാഹരണം കബറ്റെടുക്കൽ പോയിട്ട് പറയുന്ന ഉദാഹരണമാണ് പറയുന്നതെങ്കിൽ ആ ഉദാഹരണം പറയുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോയിട്ട് പറയണ്ടേ? പ്രവാചകൻ്റെ മദീനത്തിലേക്ക് പോയിട്ടല്ലേ പറയേണ്ടത്? പക്ഷെ എന്നിട്ടും നമ്മുടെ പേരോട് നമ്മുടെ ഈ സംസാരത്തിൽ പറയുന്നത്, ഞാനത് ഈ സംസാരത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾക്ക് പോയിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് സഹായം തരും, സഹായിക്കുന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൻ്റെ അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ച സംഭവം ഉള്ളതാണെന്നും സഹായം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് സഹായം കൊടുത്തത്, ഖബറിൽ നിന്ന് സഹായം കൊടുത്തതിന്റെ കാരണം വഅക്സറു ഹൗലാഇ السائلين الملحين لما هم فيه من الحال لو لم يجابوا لاضطرب إيمانهم كما أن السائلين له في الحياة كانوا كذلك. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ചോദിച്ചാൽ കൊടുക്കുന്നത് പോലെ വഫാത്തിന് ശേഷവും റസൂലുള്ള സഹായം കൊടുത്തതാണ്. അത് കൊടുക്കാൻ കാരണം ചോദിച്ച ആൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്റെ നേതാവെന്നെ പരിഗണിച്ചില്ലല്ലോ എന്ന നിലക്ക് നബിയോട് അദ്ദേഹത്തിന് ഒരു വിമ്മിഷ്ടമുണ്ടായി, ഒരു വിഷമമുണ്ടായി. അതിനാൽ അയാളെ ഈമാൻ തെറ്റിപ്പോണ്ടാന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന് സഹായം ചെയ്തത്. ഖബറിന് റസൂൽ സഹായിച്ചിട്ടുണ്ട്, അത് ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനാണ്. സഹോദരന്മാരെ, നിങ്ങൾ പേരോടിന്റെ സംസാരം കേട്ടുവല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചാൽ നമുക്ക് അതിലേക്ക് സഹായം കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മദീനത്തേക്കാണോ പോകേണ്ടത്? ആ സഹായം മേടിക്കാൻ നമ്മൾ എന്താണ് വാഹനമാക്കിയിട്ടാണ് ഇവിടുന്ന് പോകേണ്ടത്? എന്തൊരു വൈരുദ്ധ്യമാണ് ഈ സംസാരിക്കുന്നതൊക്കെ. എന്തൊക്കെ വൈരുദ്ധ്യമാണ്? ഇദ്ദേഹം അതേ സമയത്ത് ഈ 3.5 മണിക്കൂർ ഏകദേശം സംസാരിച്ച ഈ സമയങ്ങളിൽ മുഴുവൻ എന്താണ്? അദ്ദേഹം കിതാബുകൾ വായിച്ചിട്ടാണ് ഈ സംസാരിച്ചത്. വെറുതെ അല്ല. ഓരോ കിതാബ് എങ്ങനത്തെ കിതാബുകൾ, ഏതാണ് ഈ കിതാബ്? ഈ കിതാബ് എന്ന് പറഞ്ഞാൽ അതായത് അതിൽ അതായത് ചില പണ്ഡിതന്മാർക്ക് ചില വിഷയങ്ങളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനും അപ്പുറമായിട്ട് വരുന്ന ഓരോരോ വിഷയങ്ങൾ ഭൂദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശദീകരണം എത്രമാത്രം കർശനമായ കിതാബുകളാണ് അദ്ദേഹം വായിക്കുന്നത്. എന്താണ് ഈ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു സബബ് തുടക്കം കുറിച്ചതല്ലേ? അബ്ദുല്ലാഹ് ഇബ്നു സബബ് ജൂതന്മാരെ ചാരനായല്ലേ അദ്ദേഹം ഉണ്ടായത്? അദ്ദേഹം ജൂതന്മാരിൽ നിന്ന് പഠിച്ച വിഷയങ്ങൾ അത് ശിയായിസത്തിലേക്ക് കടത്തി വിട്ടില്ലേ? കാരണം ജൂതന്മാർക്ക് നന്നായിട്ട് അറബികൾ അറിയാമല്ലോ. അപ്പോൾ ഓരോ കിതാബുകളിലും കടത്തിക്കൂട്ടിയതായിരിക്കില്ലേ ഇത് സംഭവങ്ങൾ. ഏതൊരു കിതാബിലും ഏതൊരു രേഖ ഉണ്ടെങ്കിലും നമ്മൾക്കിവിടെ ഖുർആന് വിരുദ്ധമായിട്ട് വരുന്ന ഒരു ഹദീസും എടുക്കാൻ പറ്റുകയില്ല. ഖുർആന് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എടുക്കുകയില്ല. അപ്പം ഏത് വിഷയം വരുമ്പോൾ കിതാബിലുണ്ടെങ്കിലും അതായത് ഖുർആനെ കമ്പയർ ചെയ്യണം. പക്ഷെ ഖുർആനെ കമ്പയർ ചെയ്യണം, ഖുർആൻ അംഗീകരിക്കണം.
ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നൊരു തെളിവാണ്, അതായത് അസം മുസ്ലിയാർ പണ്ടേ മുമ്പേ എഴുതി വച്ചിരിക്കുന്ന അർത്ഥം പഠിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ്റെ അർത്ഥം കേരളക്കരയിലെ മുസ്ലിയാക്കന്മാർ അതിൻ്റെ അർത്ഥം പറയാറേയില്ല, ഞാൻ ഇതുവരെക്കും കേട്ടിട്ടുമില്ല. ഇപ്പം ഖുർആൻ അംഗീകരിക്കണം. ഖുർആൻ അംഗീകരിച്ചെങ്കിലേ നമ്മൾക്ക്, അതായത് ഖുർആനെ കമ്പയർ ചെയ്യുള്ളൂ. കിതാബിലുള്ളതൊക്കെ കിതാബിൽ എന്തൊക്കെ വിഷയം ഉണ്ടാവും, അവരത് അതായത് ജൂതന്മാരും ഷിയാക്കളും കടത്തിക്കൂട്ടുന്ന ചില അബദ്ധങ്ങൾ പണ്ഡിതന്മാരും സംഭവിച്ചിട്ടുണ്ട്. അബദ്ധങ്ങൾ ആർക്കാണ് സംഭവിക്കാതിരുന്നത്? 4 ഇമാമിയങ്ങൾക്കും അവരുടേതായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവർ എഴുതി വെച്ചു. അവർ കൂടുതൽ ഗവേഷണത്തിൽ നിന്നില്ല. അങ്ങനെ ഇമാം ബുഖാരി വന്നു. ഇമാം ബുഖാരി മുസ്ലിം വന്നിട്ട് അതിനെ വളരെയധികം ഗവേഷണം നടത്തി. പക്ഷെ 4 ഇമാമിയങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ ഖുർആനും സയ്യ ഹദീസും വിരുദ്ധമായിട്ട് വന്നാൽ ഞങ്ങൾ തള്ളിക്കളയണമെന്ന് എഴുതി വെച്ച് വ്യത്യസ്ത നിലപാട് എഴുതി വെച്ച് ഇമാമിയങ്ങൾ. അവർ ഔലിയാക്കന്മാരാണ്, പണ്ഡിതന്മാരാണ് അവർ. പക്ഷെ അതേസമയം ബുഖാരി മുസ്ലിം വന്നിട്ട് എന്ത് ചെയ്തു? അവർ വളരെയധികം ഗവേഷണം നടത്തി. അവർ ഗവേഷണം നടത്തിയതിന് ശേഷം അവർ എത്രയാണ് ഹദീസ് എടുത്തത്? 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 7500 ഹദീസ് മാത്രമേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പം എന്താ പറയേണ്ടത്? നമ്മുടെ ബുഖാരി മുസ്ലിം ഹദീസ് നിഷേധിയാണോ പറയേണ്ടത്? അല്ല. ഖുർആനെ കമ്പയർ ചെയ്തു കൊണ്ട്, അതായത് ഖുർആന് വിരുദ്ധമായിട്ട് ഒരൊറ്റ ഹദീസ് എടുക്കുകയില്ല. അത് ഞാൻ പണ്ട് 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സദുശ്ശേരി ഉസ്താദിൻ്റെ മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. ഞാൻ സംസാരിച്ചിരുന്നു, ഈ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. രാവിലത്തെ സമയത്താണ് ഞാൻ സംസാരിച്ചത്. ഇന്ന് എൻ്റെ അടുത്ത് റെക്കോർഡുണ്ട്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അതായത് ഖുർആന് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എടുക്കുകയില്ല. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞത് ആരാപരണം എടുക്കണമെന്നാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഖുർആന് വിരുദ്ധമായ ഒരു ഹദീസ് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പം എന്ന് പറയുമ്പോൾ ഇവിടെ അതുകൊണ്ടല്ലേ ഇമാം മാലിക് റളിയല്ലാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിരലുകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ്, ഈ കാണുന്ന മനുഷ്യനെ ഒഴികെ ആര് പറഞ്ഞാലും കൊള്ളേണ്ടതുണ്ട്, തള്ളേണ്ടതുണ്ട്. അപ്പം ഇതെല്ലാം അപ്പം എന്താണെന്ന് അന്ന് ഇതിന് മനസ്സിലാക്കാവുന്നത്? കിതാബുകളിലൊക്കെ ഫോളോ ചെയ്യലല്ല. ഇത്രയും സമയങ്ങൾ എടുത്തില്ല എന്തിനു വേണ്ടിയിട്ട് ഈ കിതാബുകൾ? ഏത് കിതാബാ? എന്ത് കിതാബാ? ഖുർആൻ. അപ്പോൾ ഖുർആൻ എന്ത് വേണ്ടത്? ഇത്രയെല്ലാം ഇത്ര 6000 ചില്ലറ ആയത്തുകളുടെ ഖുർആൻ ഇല്ലായിരിക്കെ പിന്നെ ഒരായത്ത് മാത്രം എന്തുകൊണ്ട് നമ്മുടെ ഈ പേരോട് ഊതി? ഒരത്തായത്ത് എന്തുകൊണ്ട് സൗന്ദര്യാഖ്യാനം? അപ്പം ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി എന്തുകൊണ്ട് ശബ്ദം കഴിച്ചില്ല? ഈ രൂപം ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ഇവിടെ സമൂഹം ജനലക്ഷങ്ങൾ നരകവാസികളായി മാറൂലേ? നിങ്ങളെ വിശ്വസിച്ചു പോകൂലേ? എന്തിനാണ് ജനങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? എല്ലാവരും മരിക്കേണ്ടവരല്ലേ? കുല്ലി നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഏത് സമയത്തും മരണം വരൂലേ? നമ്മൾ നരകത്തിൽ പോകാൻ, മറ്റുള്ളവർ സമൂഹത്തെ നരകത്തിൽ കൊണ്ടുപോകാ എന്ന് പറഞ്ഞാൽ എത്ര അപകടം പിടിച്ച സംഭവമാണിത്. പിന്നീട് നമ്മുടെ പേരോട് ഇപ്പോഴും പറയാറുണ്ട്, ചില ഞാൻ വീട്ടിൽ കേൾക്കാൻ സാധിച്ചു. ഇവിടെ മടവൂര് വരുന്നതിന് മുമ്പായിട്ട് ആകാശമില്ലേ ഭൂമിയില്ലേന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മടവൂരിനെ CM മടവൂരിനെ പടച്ചോനാക്കിയത് ഇപ്പോഴാണോ പടച്ചോനാക്കിയത്? അതായത് ഇതിനു മുമ്പ് നിങ്ങളൊക്കെ പടച്ചോനാക്കിയിട്ടില്ലേ? മെഹദി ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങൾ പടച്ചോനാക്കിയിട്ടില്ലേ? മൊയ്തിമാലൊന്ന് പരിശോധിച്ചു നോക്കണം, എന്താണ് അതിലേക്ക് എഴുതി വിട്ടിരിക്കുന്നത്? 52 വരികളുണ്ടല്ലോ. എത്ര വർഷക്കാലമായി മൊയ്തിമാലയും കൊണ്ട് നടക്കുന്നത്? ഈ പറഞ്ഞ പേരോടക്കം കുതുബൈത്തിൽ പറയുന്നത് മഴ വഹിപ്പിക്കുന്നത് വൈദേശികളാണെന്നല്ലോ പറയുന്നത്. ഈ മാലക്കിതാബ്, ഈ പാളക്കിതാബ്, ഈ മാലക്കിതാബും, അതായത് ഇവരൊക്കെ അതായത് ഈ മാലക്കാരുണ്ടാക്കിയ ഇതല്ലേ കിതാബല്ലേ ഇത്? മങ്കൂസ് മൗലിദ് എന്താ പറയുന്നത്? ഹിക്കായത്തെടുത്ത് പരിശോധിച്ച് നോക്കടാ. ബിമത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല അതിൽ. അങ്ങനെ ഏതെല്ലാം ഇതായത് ഈ മൗലിദ് കിതാബുകളിൽ, മാല കിതാബിലൊക്കെ എന്തെല്ലാം അപകടം പിടിച്ചിട്ടുണ്ട്.
മിരീശി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റിയിട്ട് ആ തൗഹീദിന്റെ മനുഷ്യൻ അദ്ദേഹത്തെ പറ്റി എന്തെല്ലാം അപരാധം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ അപരാധങ്ങൾ മറ്റുള്ള കിതാബുകളൊക്കെ എടുത്തിട്ട് വായിക്കുന്നത്? മരീശികളെ പറ്റിയിട്ടുള്ള അപരാധങ്ങൾ എത്രമാത്രം ഈ മൊയ്യമാലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കിതാബിന് അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പോകുന്നതല്ലേ? ബദറുമാലയും മൊയ്യമാലയും മങ്കൂസ് മൗലൂദും എന്താണ് അതിൽ വെച്ചിരിക്കുന്നത്? മഹാക്കന്മാരെ മാറ്റി നിർത്തി അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ ഖുർആനോ ഹദീസോ ഒന്നും തന്നെ പറയുന്നില്ല. മറിച്ച് മഹാക്കന്മാരോട് ചോദിക്കലാണ് എന്നുള്ളത് ഖുർആനോ ഹദീസോ തള്ളിക്കളയുന്നില്ല എന്നെഴുതി വെച്ചിട്ടില്ലേ? ഇതെല്ലാം എത്രമാത്രം അപകടം വിഷ വിശ്വാസമാണിത്. മാത്രമല്ല ഈ റിഫായ് മാലിയുടെ കഥകൾ നമ്മുടെ പേരോട് എന്താണ് പറയുന്നത്? റിഫായ് മാലിയുടെ കഥകൾ സ്വർഗം വിറ്റ കഥകളല്ലേ പറയുന്നത്? ഇവിടുത്തെ ദുനിയാവിലെ സമ്പത്ത് കൊടുത്തിട്ട് സ്വർണം വിലക്കെ വാങ്ങിയ കഥയല്ലേ പറയുന്നത്? റിഫായ് മാലിയുടെ കഥകൾ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെൻസാറുൽ ഉദവി ഇതിനെതിരായിട്ട് സംസാരിക്കുന്നു. സെൻസാറുൽ ഉദവിയും സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. അത് വേറെ വിഷയം ശിർക്കിൻ്റെ കാര്യത്തിൽ. പക്ഷെ എങ്കിലും ഈ വിഷയം കുറച്ച് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ദുഷ്കരമായി നാല് സ്വർഗം കൊടുത്തോവർ. അതെ, റിഫായി മാലയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ സൂചന. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ദുന്യാവിലൊന്നും വേണ്ട, തോട്ടം ഞാൻ വിൽക്കാൻ പറ്റിയ സ്വർഗത്തിൽ മാളിക തരണം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി അങ്ങ് കേട്ടപ്പോ ശരീരത്തിന്റെ കളറങ്ങ് മഞ്ഞളിച്ചുപോയി. ഉടനെ തന്നെ ഒരൽപ്പം ചോപ്പ് സംഭവിച്ചതുപോലെ തോന്നി. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനതിനാരാണ് മോനെ? എന്ത് ഞാനതിനാരാണ്? വലദീ മൻ അന ഹീന തത്ലുബു മിന്നി ഹാദാ ഹത്താ തത്ലുബ മിന്നി ഹാദാ. സ്വർഗത്തിലെ മാളിക തരണമെന്ന് എന്നോട് പറയാൻ ഞാനാരാണടോ? ബഹുമാനപ്പെട്ട ശൈഖ് ഇസ്മായിൽ റഹിമഹുല്ലാഹ് പറയുന്നു, അതുലുബു മിന്നി മമാറത്ത മിന ദുനിയാ. ഞാൻ മറ്റൊന്നും ആശിക്കുന്നില്ല, എനിക്കതല്ലാതെ മാ ഉരീദു ശൈഅൻ മിന ദുനിയാ സിവാ മാ ദകർതു. നിങ്ങൾ വേറൊന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വർഗത്തിൽ മാളിക തരുമെങ്കിൽ ഞാൻ ഈ തോട്ടം അദ്ദേഹത്തിന് കൊടുത്തേക്കും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി സ്വന്തം ആവശ്യത്തിനല്ല ചോദിക്കുന്നത്, പാവപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫായി തലയും താഴ്ത്തി അവിടെ ഇരുന്നു. ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു, ഇസ്മായിൽ ഖദിസ്തറൈതു മിങ്കൽ ബുസ്താന ബിമാ തലബ്ത. കച്ചവടമടിച്ചു, സ്വർഗത്തിൽ മാളിക ഞാനങ്ങ് തരും, ഞാൻ വിൽപ്പന ഉറപ്പിച്ചു. പേടിക്കണത് ഈ മരിക്കണ നേരത്തെ എന്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നാണ് ഞാൻ ഇപ്പൊ പേടിക്കുന്നത്. എന്റെ തെറ്റിനെ കുറിച്ചല്ല ഞാൻ ആരായി പറയണത്. ഭയങ്കര ലോകം കണ്ട പ്രഗത്ഭനായ അബുൽ ഹസൻ, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അബു അബ്ദില്ല മഹാനാവുകൾ പേടിച്ചത് ഈമാൻ നഷ്ടപ്പെടുമെന്നാ മരിക്കണ നേരത്ത്. അവരൊക്കെ വലിയ മഹാന്മാരല്ലേ, വലിയ വലിയ ആലിമീങ്ങളല്ലേ. അപ്പോ അന്ധമായിട്ട് മനുഷ്യന്മാരെ സ്വർഗത്തേക്ക് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. മനസ്സിലാക്കിക്കോളൂ, കാപട്യമാണത്. സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞ് ഏതൊക്കെ സംഘടനകൾ പറയുന്നുണ്ടോ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയാണത് തെറ്റാണ്, കടുത്ത വിവരദോഷമാണ് ഈ പറയുന്നത്. ഒരു ഷെയ്ഖിന്റെയോ ഒരു ത്വരീഖത്തിന്റെയോ ഒരു മദ്ഹബിന്റെയോ അഭിപ്രായത്തിൽ പോലും ഒരാൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയാൻ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞ സ്വഹാബത്തിനല്ലാതെ സ്വർഗം ഉറപ്പിക്കാൻ പാടില്ലെന്നാണ്. ലാ നുസക്കി അലല്ലാഹി അഹദാ. സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച്. പക്ഷെ സ്വർഗത്തിലാണെന്ന് ജസ്മ് ചെയ്ത് പറയാൻ പാടില്ലെന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. ജസ്മ് ചെയ്യാൻ, ഉറപ്പിച്ചു പറയാൻ പറ്റില്ല സ്വർഗത്തിലാണെന്ന്. ആയവണം സ്വർഗത്തിലാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുക. സാധാരണക്കാരനായി പറയുന്നത്, കൈപിടിച്ചോ, ഈ സംഘത്ത് കൂടിക്കോ, സ്വർഗം മരണനേരത്ത് ഈമാൻ ശരിയാവണമെങ്കിൽ എന്റെ ഒപ്പം കൂടിക്കോ. ആരാണോ ഈ ഗ്യാരണ്ടി തന്നത്? ആരാണ് ഈ ഗ്യാരണ്ടി തന്നത്? മരിക്കണ നേരത്ത് ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ സംഘത്തിൽ കൂടിക്കോ. ആര് പറഞ്ഞു ഇത്? എവിടെ നിന്നാണ് ഇത് കിട്ടിയത്?
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു തങ്ങളുടെ സ്വഹാബത്ത് പേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വഹാബത്ത് പേടിച്ചു ഈമാൻ നഷ്ടപ്പെടുമെന്ന്. എന്നിട്ട് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ പറയാണ് എന്റെ ഈമാനൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ ആളെ കൊടുത്തിട്ടുണ്ട്, ആളെന്നെ രക്ഷപ്പെടുത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. വിവരദോഷം പറയരുത്, മുഅ്മിനീങ്ങളെ പഴപ്പിക്കരുത്, മുഅ്മിനീങ്ങളെ പഴപ്പിക്കരുത്, ഈമാൻ ചൂഷണം ചെയ്യരുത്. ആഖിബത്തിനെ പേടിക്കേണ്ടവനാ മുഅ്മിൻ. ലാ യഖാഫുൻ നിഫാഖ ഇല്ലൽ മുഅ്മിൻ. ഈമാനുള്ള മുഴുവൻ മനുഷ്യന്മാരും എനിക്ക് കാപട്യമുണ്ടോ എന്ന് പേടിക്കണമെന്നാണ്. എന്റെ ഈമാൻ ശരിയാണോ, എന്നെ റബ്ബ് സ്വീകരിക്കുമോ, എന്റെ ഈമാൻ പരിപൂർണമാണോ എന്ന് പേടിക്കുന്നത് ഈമാനിന്റെ അടയാളമാ. പേടിക്കാതിരിക്കുന്ന എന്തിന്റെ അടയാളമാ? സഹോദരന്മാരെ, നിങ്ങൾ കേട്ടുവല്ലോ പരിപാടിയുടെ സംസാരം ഡിഫായി മാലയുള്ള കഥകളിലൊക്കെ വിശദീകരിച്ചത്. ഇതൊക്കെ മാലക്കാരുണ്ടാക്കിയതല്ലേ, കവിതകൾ ഉണ്ടാക്കിയതല്ലേ, അവരുടെ സാമ്പത്തിക നേട്ടത്തിന് ഉണ്ടാക്കി വെച്ച മാലപ്പാട്ടല്ലേ ഇത് പ്രമാണമാകുമോ? ഈ രൂപത്തിലാണല്ലോ ഇദ്ദേഹം ഈ പറയുന്ന ഈ 3.5 മണിക്കൂർ നേരമുള്ള സംസാരവും മറുപടി എനിക്ക് തന്നത്. ഇതേ രൂപത്തിൽ തന്നെയല്ലേ? അപ്പം ഇദ്ദേഹം സംസാരിക്ക് വല്ല പ്രമാണമുണ്ടോ? ഖുർആനുണ്ടോ? സയ്യ ഹദീസുണ്ടോ? ഇതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? പിന്നീട് ഞാൻ ജലാലയിൽ ഞാൻ പറഞ്ഞ സൂറത്തുൽ നിസായിലെ 60 നമ്പർ ആയത്ത്, അത് എന്താണ് പാശ്ചാത്തലം, അതിൽ പിന്നെ ജലാലുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ 35 പറഞ്ഞിട്ടുണ്ട്. 35 55 വിശദീകരണങ്ങൾ ഇതിലുണ്ട്. 2 സൂറത്ത് മാഇദയിൽ എന്താണ് ആയത്തിറങ്ങാനുള്ള പാശ്ചാത്തലങ്ങൾ. പിന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ചോദിക്കുന്നത്, ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് ഉമ്മുൽ ഖുർആനാണ്. അതിലെല്ലാം ആരാധനയും പ്രാർത്ഥനയും സഹായമെല്ലാം അടങ്ങിയിരിക്കുന്നു. തൗഹീദിൻ്റെ സൂറത്താണ് ഫാത്തിഹ. അതിലാണ് നമ്മൾ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നത് പോലെ. അതുപോലെ പിന്നെ ചില മുസ്ലിയാക്കന്മാർ ചോദിക്കാറുണ്ട്, നമ്മൾ മറ്റു ഡോക്ടറെ സമീപിക്കുന്നില്ലേ, മറ്റ് എഞ്ചിനീയർ സമീപിക്കുന്നില്ല, മറ്റു കാര്യം ദുനിയാവായ കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. സൂറത്ത് മാഇദ 3 വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം നന്മകളിലൊക്കെ മറ്റു കാര്യങ്ങളും. അത് നമുക്ക് ആവശ്യമാണല്ലോ. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആ രൂപത്തിലാണല്ലോ ഉള്ളത്. അപ്പം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ മാത്രമല്ല, സൂറത്ത് ഫാത്തിഹ 14 നമ്പർ ആയത്ത്, ഇൻ തദൂല യസ്മു ദുആക്കും ഒരു സമയം അസ്തജാബലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്രിക്കും വലാ യുനബ്ബിഉഹു മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിച്ചാൽ വിളി കേൾക്കുകയില്ല, ഉത്തരം ചെയ്യുകയില്ല. എനിക്ക് കേട്ടെന്ന് സങ്കല്പിച്ചാൽ പോലും ഉത്തരം ചെയ്യുകയില്ല. ഇത്തരം ശിർക്കിനെ പങ്കുചേരുന്ന ആൾക്ക് ഖിയാമത്ത് വിളിച്ചിട്ട് നാളെ ഖിയാമത്ത് നാളിൽ വെച്ചിട്ട് ആരൊക്കെയാണോ വിളിച്ച് അവരൊക്കെ നിഷേധിക്കും. ഞങ്ങൾ അറിയില്ല റബ്ബ് എന്ന് പറയില്ല. ഇത്ര സൂക്ഷ്മനായ അള്ളാഹിനെ പോലെ മറ്റാരാണ് നമുക്ക് വിവരം തരുന്നത്? ഇമാം ഖുതുബി ജിന്നിനെയും മലക്കിനെയും വിളിക്കുന്നത് ഷിർക്കാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ആ ഖുർആൻ ആയത്ത് ഷിർക്കെന്നല്ലേ പറയുന്നത്? മറ്റുള്ളവരെ ആദ്യം വിളിച്ച് തേടിയാൽ. പിന്നെ സൂറത്ത് അറാഫ് 37 നമ്പർ ആയത്ത്, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആയത്ത് ഓതുന്നില്ല. മലാക്കന്മാർ റൂഹിനെ പിടിക്കാൻ വരും. എന്നിട്ട് അതായത് അവരുടെ റിസ്കിനെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അപ്പം മലാക്കന്മാർ ചോദിക്കും, നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ എവിടെ പോയി? അവർ പറയും, ഞങ്ങളെ വിട്ടേച്ചു പോയി, ഞങ്ങൾ നിഷേധികളായിരിക്കും, ഞങ്ങൾ കാഫറായിരിക്കുന്നു എന്ന്. എത്രമാത്രം ഗൗരവമുള്ളതായിരിക്കുന്ന ആയത്താണത് സൂറത്ത് അറാഫിലെ 37 നമ്പർ ആയത്ത്. ഇത്തരം ആയത്തുകളൊന്നും നമ്മൾ എന്താണ് ഈ പറയുന്ന പണ്ഡിതന്മാരൊന്നും കണ്ടിട്ടില്ലേ? അവർക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവർ നമസ്കാരത്തിൽ കൂടെ അവർ നമസ്കരിക്കാറില്ലേ? നിങ്ങൾ പറഞ്ഞ ഓരോ പണ്ഡിതന്മാരെ കഥകളുടെ മഹാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് പറയുന്നുണ്ടല്ലോ, വലിയ വലിയ പണ്ഡിതന്മാരെ. അപ്പം അവരൊന്നും ഈ പറയപ്പെടുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ്റെ അർത്ഥം അവർക്ക് അറിയില്ല. അതേ സമയത്ത് സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം അവർക്ക് അറിയില്ല. അറാബിലെ 37 അവർക്ക് അറിയില്ല. ഖുർആനിൽ ധാരാളക്കണക്കിലെ പ്രാർത്ഥനകളുണ്ടല്ലോ, അതൊന്നും അവർക്ക് അറിയില്ല. എന്തേ? അപ്പം എന്തെങ്കിലും നമുക്ക് ബുദ്ധിക്ക് തോന്നിയതങ്ങ് പറഞ്ഞു വിടാന്നാ ഇതിൻ്റെ പേര്. ഇതൊക്കെ പലരും നഷ്ടപ്പെട്ട ഇതിനൊരു ഉത്തരവാദിയാരി. അതുകൊണ്ട് ജനലക്ഷങ്ങൾ ഇവിടെ എന്താകും? നരകത്തിൽ പോകില്ലേ?
അതുകൊണ്ട് സാധാരണക്കാരൻ ആളുകൾ ഇവരെ പിന്നാലെ ആരൊക്കെയാണ് പോകുന്നത്, അവരൊക്കെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാറി ചിന്തിക്കണം. മുസ്ലിയാക്കന്മാർ ബാക്കിൽ പോകരുത്. അവരെ ബാക്കിൽ പോയാൽ ഇതേ ശിർക്ക് അകപ്പെട്ടിട്ട് നരകവാസികളായി മാറും. അതുകൊണ്ട് പൊതുജനം ഒന്ന് മനസ്സിലാക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് അക്കലും ബുദ്ധിയും തന്നിട്ടുണ്ട്. പലരും രക്ഷപ്പെടണ്ടേ? എന്ത് ചെയ്യലോ അവിടെ എത്തിയാൽ? അവിടെ ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കുകൾ കൂടുതലായിപ്പോയി. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും ലോകവിശ്വാസികൾ ഇത്തരം ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ലോകവിശ്വാസികൾ പ്രാർത്ഥിക്കുക എന്ന് ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.